സമയത്ത് മറുനാടന്റെ വാർത്തയിൽ രണ്ട് കാര്യങ്ങളായിരുന്നു പുള്ളി പറഞ്ഞിരുന്നത്. ഒന്നെന്ന് പറയുന്നത് മമ്മൂക്കയുടെ രോഗവിവരം. പക്ഷേ അതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട്. നമ്മൾ അതായത് നമുക്കൊരു മനുഷ്യന്റെ ഹെൽത്ത് എന്ന് പറയുന്ന സാധനം അങ്ങനെ റിവീൽ ചെയ്ത് പബ്ലിഷ് ആക്കേണ്ട കാര്യമില്ല. അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് ചെയ്തിപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് എന്താണെന്ന് അറിയാതെ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കിടയിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. കാര്യം എപ്പോഴും നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരിന്ന് എഴുതുന്ന തലക്കെട്ടും തുടക്കത്തിലുള്ള 30 സെക്കൻഡുകൾ വായിക്കും. അതുകൊണ്ട് ഞാനും പറയുന്നത് പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ കേൾപ്പിക്കണം, അറ്റവും മൂലം കേൾപ്പിക്കരുത്. കാര്യം ഒന്നുകിൽ ക്ലാരിറ്റി ഉണ്ടാവണം, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യരുത്. അത് സതുദ്ദേശപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് മറുനാടൻ്റെ ആദ്യത്തെ 1 മിനിറ്റ് കേൾക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് എന്തോ മഹാരോഗമാണെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും. പക്ഷേ പൂർണ്ണാർത്ഥത്തിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ പറയുന്നത് പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും ഇതേ കണക്ക് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തർക്കും കൊച്ചു കൊച്ചു അസുഖങ്ങളെല്ലാം വന്നാൽ അതൊക്കെ ക്യാൻസറിന്റെ ലക്ഷണങ്ങളായി മാറിയേക്കാം. പക്ഷെ അതിന് നമ്മൾ ഭീകരതയോടുകൂടി പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അതിനകത്തൊരു ടെൻഷൻ ബിൽഡപ്പ് സമൂഹത്തിലുണ്ടാവും. ഇപ്പോൾ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം, അതായത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായ വാർത്തയിൽ സത്യമില്ലെന്നല്ല, ഒരു വലിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഒരു വാർത്ത വരികയും ആ വാർത്തയുടെ അവസാന ഭാഗത്ത് ഈ സിനിമ നിന്നു പോകാം ഒരു പക്ഷേ എങ്ങനെ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഫണ്ടില്ലാത്ത പേരിൽ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന UK എന്നുള്ള ആൾക്കാരുടെ കയ്യിൽ ഫണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഒന്ന് UK യിലുള്ള ഒരാൾ മാത്രമല്ല, ഖത്തറിലുള്ള സലീമയ്ക്ക് ഇതിന്റെ ഒരു നിർമ്മാതാവാണ്. അപ്പോൾ ഇവരുടെ അങ്ങനെ ഷൂട്ട് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിൽ ഷൂട്ട്, ബാക്കുവിൽ ഷൂട്ട്, ദുബായിൽ ഷൂട്ട്. പിന്നെ ഞാൻ തന്നെ എനിക്ക് തന്നെ അറിയാം, ഞാനിപ്പം ഷാർജയിൽ ഷൂട്ട് സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഹെക്ടിക് ഷൂട്ട്. മമ്മൂക്ക ഇങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്യാണ്. കാരണം മമ്മൂക്ക ഈ ഒരു പ്രൊഡ്യൂസറുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളായതുകൊണ്ടും ഇപ്പോൾ ഹിന്ദി സിനിമയിലൊരു നടനെ എഴുതുമ്പോൾ രജനികാന്ത് അഭിനയിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ അഭിനയിക്കുന്ന പോലെ ഫ്രീ ആയിട്ട് അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് മലയാള സിനിമയാണ്, ഇതിന് ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം വേണമെങ്കിൽ 10 സെക്കൻഡോ 20 സെക്കൻഡോ വരുന്ന ഒരു ഷോട്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുക്കാം. പക്ഷേ ഇത് ഇത്ര സമയബന്ധിതമായി തീർക്കണമെന്ന ചിന്ത പുള്ളിക്കുണ്ടായതുകൊണ്ടും എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അത് ഒരു ദിവസം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഫോൺ വിളിച്ച് സംസാരിച്ച് ടെൻഷൻ അടിക്കുന്നത് റൂമിനകത്ത് മമ്മൂക്ക ഭയങ്കര ദേഷ്യത്തിലാണെന്ന് ഞങ്ങളെല്ലാം പുറത്ത് നിൽക്കുമ്പോൾ അലച്ചേട്ടമെന്ന് പറയുന്നു. മമ്മൂക്ക ഭയങ്കര ടെൻഷനിലാണ്. കാരണം സിനിമയുടെ ബഡ്ജറ്റ് കൂടാനും പാടില്ല. അപ്പോൾ അദ്ദേഹം അതിലും കൂടെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പുറത്ത് ഇത്രയും ഷൂട്ട്, ഇത്രയും ഹെക്റ്റിക്കായിട്ടുള്ള വർക്ക് പുറത്ത് ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോയ സമയത്ത് ഞാൻ അവിടെ നിന്നുള്ള പ്രശ്നങ്ങൾ എനിക്ക് വയറിന് പ്രശ്നം വന്നതാണ്. അവളെന്തോന്നും കേട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വയറിന് പ്രശ്നം വരാം. എനിക്ക് പോലും വന്നിട്ടുണ്ട്, ഭയങ്കര വർഷം വന്നിട്ടുണ്ട്. മമ്മൂക്കയ്ക്കും അങ്ങനെ വന്ന സമയത്ത് ടെസ്റ്റ് ചെയ്തു. ഞാൻ അറിഞ്ഞിടത്തോളം ടെസ്റ്റ് ചെയ്തു, ഗുരുതരമല്ലാത്ത പ്രശ്നങ്ങളാണ്. പിന്നെ ഇപ്പം നമ്മൾ ഇവിടെ ആശ്ചര്യം പോയി കഴിഞ്ഞാലും ഫാൻസ് വെളിയിൽ കൂടും, അപ്പോളോയിൽ പോയാലും ഫാൻസ് വെളിയിൽ കൂടും അല്ലേ. മലയാളീസ് എല്ലാം മമ്മൂക്കയ്ക്ക് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം തടിച്ചു കൂടും. അത് ഡോക്ടേഴ്സിനും ഹോസ്പിറ്റലിനൊക്കെ പ്രശ്നമാവും. അതുകൊണ്ടാവാം മേബി ഒരു പക്ഷേ അമേരിക്കയിലേക്ക് പോകാമെന്നുള്ള തീരുമാനം പോലും എടുത്തേക്കുന്നത്. അതാണ് ഞാൻ അറിഞ്ഞിടത്തോളം. പിന്നെ പേടിക്കത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം ഉടനെ ഞാനും പേഴ്സണലി മെസ്സേജ് തന്നെ മുമ്പ് അയക്കാറുണ്ട്, അദ്ദേഹം എനിക്ക് റിപ്ലൈ തരാറുണ്ട്. ഞാൻ ചോദിച്ചിരുന്നു സുഖമായിരിക്കുന്നു മമ്മൂക്കാന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങനെ തന്നെയാണ്, നമുക്കിപ്പോൾ സന്തോഷമുള്ള കാര്യമാണ് പറഞ്ഞു. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. മറുനാടൻ വാർത്ത കൊടുക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, സിനിമയിൽ ഇൻവെസ്റ്റേഴ്സ് ഭയപ്പെടുന്നു, മമ്മൂക്കയ്ക്ക് മാരക രോഗമാണെന്ന് വരുമ്പോൾ ഒരു പക്ഷേ നാളെ ഇതിൽ ഒരു ഇൻവെസ്റ്റർ കൂടി വരാൻ ആഗ്രഹിച്ചാൽ ആ ഇൻവെസ്റ്റർ ഭയപ്പെടും. ഷൂട്ടിങ് നിന്ന് പോകുമോ, മമ്മൂക്കയുടെ രോഗം എന്താണ്, ഈ സിനിമ വഴിയിലാവുമോ, അങ്ങനെ ഒരു വലിയ വ്യവസായത്തെ ഇല്ലാതാക്കത്തക്ക ഒരു സ്റ്റേറ്റ്മെന്റായി മാറും ഈ പറയുന്ന ഇത്തരം ഒരു കാര്യം വരുമ്പോൾ. സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ ആണല്ലോ. ഇപ്പം നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു ധ്വനി ആ വാർത്തയിലുണ്ടായിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ ജനങ്ങളുടെ കയ്യിൽ കാശും പേടിച്ചിട്ടാണ് എവിടെ പോയി ചികിത്സിച്ചത്, അമേരിക്കയിൽ പോയി ചികിത്സിച്ചത്. അത് നമ്മൾ വിവരാവകാശം വേണ്ടി ചോദിച്ചാലും ഗവൺമെന്റ് കൊടുക്കില്ല. അത് ഞാൻ ഗവൺമെന്റിനെ കുറ്റമൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സമൂഹം മുഴുവൻ അറിയിച്ച് അദ്ദേഹത്തിന്റെ ഏതൊക്കെ അവയവങ്ങൾ പെർഫെക്റ്റ് ആണെന്നൊന്നും ജനത്തിന് അറിയേണ്ട കാര്യമില്ല. അദ്ദേഹം നന്നായി ഭരിക്കുന്നില്ല. നമ്മൾ എതിർക്കുന്നത് അവിടെ മാത്രമാണ്. ഭരണപരമായിട്ടുള്ളൊരു തെറ്റ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന്റെ ഭാഗത്ത് വന്നാൽ നമ്മളത് ശരിയാവുന്ന ശരി, തെറ്റെങ്കിൽ തെറ്റ്, അത്രയല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. നമുക്ക് ഇപ്പം ഞാൻ അന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പിണറായി വിജയന് എത്രയും പെട്ടെന്ന് സൗഖ്യമായി തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആരോഗ്യങ്ങൾക്ക് സൗഖ്യം നേർന്നുകൊണ്ട് ഞാൻ അന്ന് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അതേസമയം മറ്റു കാര്യങ്ങളിൽ ഞാൻ വിമർശിച്ചിരുന്ന ആളാണ്. എമ്പുരാന്റെ ട്രെയിലർ കണ്ടു, ഗംഭീരമായിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ സിനിമ കാണുന്ന ഒരു സുഖമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. രാവിലെ സുരാജേട്ടൻ പറഞ്ഞിട്ട് എമ്പുരാന്റെ ഇടയിൽ നമ്മുടെ സിനിമ കാണാൻ പോകാതിരിക്കുന്നത് വിക്രത്തിന്റെ ആയിട്ടുള്ള പടം അത് നമുക്ക് സപ്പോർട്ട് ചെയ്യണം. സുരാജേട്ടൻ സിനിമയും വരുന്നുണ്ട്, മികച്ചതായി മാറട്ടെ. മലയാളത്തിൽ നിന്ന് നമ്മുടെ നടന്മാർ പുറത്തുപോയി വലിയ കൈയടികൾ നേടുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. അത് ഞാനിപ്പോഴും ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയാണ്. നമ്മൾ പക്ഷെ ഓവർ എക്സ്പെക്ട് ചെയ്ത് ഓവർ തള്ളിമറിച്ച് ഒരു സിനിമയെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ യോജിപ്പില്ല. ഇപ്പൊ കുഞ്ഞാലിമരക്കാരൻ എന്ന് പറയുന്ന ഒരു സിനിമ നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ നല്ല സിനിമയൊന്നും ആയി വന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച അളവിൽ വന്നില്ല. പക്ഷെ ആ സിനിമയ്ക്ക് തൊട്ട് മുമ്പ് ഓവർ ഹൈപ്പ് കൊടുത്തു. ഇതെന്തോ മഹാത്തായ സിനിമയാണെന്നും ഇതിന്റെ ഒരു കുറച്ച് 24 സെക്കൻഡ് ഫ്രെയിമൊക്കെ കണ്ട് ഫ്രെയിം ടു ഫ്രെയിം ഒക്കെ എടുത്തിട്ട് റിവ്യൂവേഴ്സും ഇവരൊക്കെ വെച്ച് കത്തിച്ച സമയത്ത് ആ ഒരു ഇമ്പാക്ട് സിനിമയിൽ കിട്ടാതെ വന്നതുകൊണ്ടാണ് ആ സിനിമയ്ക്കെതിരെ ഭയങ്കര നെഗറ്റീവ് വന്നത്. അല്ലാതെ
അല്ലാതെ അതങ്ങ് അത്ര മോശം സിനിമ ഒരു ദുരന്ത സിനിമയൊന്നും ആയിരുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ കാസ്റ്റിംഗിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് നശിപ്പിക്കാൻ എളുപ്പമല്ലേ, നന്നാക്കാനല്ലേ പ്രയാസം. ഓക്കെ.